കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരമാണ്. രാവിലെ 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ അതാ ആ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണു, തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനായിട്ട്. കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ഏകദേശം ചുവപ്പും മഞ്ഞയും കൂടിയിട്ടുള്ള ഒരു കളറ് പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞെടുത്തിരിക്കുന്നത്. അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. കയ്യിൽ പൊന്നോടക്കുഴലും താമരയും പിടിച്ചിട്ടുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ രൂപത്തിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് ഭക്തജനങ്ങളെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ആ സോപാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷം അവരെല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. നമുക്കും അതേപോലെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വിശേഷാൽ പട്ടു ചുറ്റി ആ കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന, സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാം. ഒരു നിമിഷം കണ്ണടച്ച് ഈ രൂപമെന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമ്മുടെ മനസ്സിലേക്കൊന്ന് ഉൾക്കൊണ്ട് ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം താലോലിച്ച് ആ കണ്ണനെ കുറച്ച് നേരം താലോലിച്ച് മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകും. കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലുക. നാരായണ 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 ഉറക്കെ ജപിക്കാം. യാതൊരു സങ്കോചവും വേണ്ട. പരമമായ സത്യം അത് നമ്മുടെ കണ്ണൻ മാത്രമാണ്. ആ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഏതൊരാളും നാമം ചൊല്ലിക്കോളൂ. അതിൻ്റെ ഒരു ഗുണം ആ കണ്ണൻ നമുക്ക് തരും. ആ കണ്ണൻ നമുക്ക് അനുവേദ്യമാകും. ആ കണ്ണൻ നമുക്ക് സ്പർശനത്തിൽ കാണാം, നമ്മുടെ മനസ്സിൽ കാണാം. ആ കണ്ണൻ്റെ ഒരു തലോടൽ നമുക്ക് ഏത് സമയവും നമ്മളോടൊപ്പം ഉണ്ടാകും. ഏത് അപൽഘട്ടങ്ങളിലും ആ കണ്ണൻ നമ്മളെ പരിരക്ഷിക്കുന്നതാണ്. ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ചൊല്ലിക്കോളൂ കേട്ടോ. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം ഏതൊരാൾക്കും ഏതൊരു സമയത്തും ജപിക്കാവുന്നതാണ്. അത്യുത്തമമായ മന്ത്രമാണ്. ഋഷീശ്വരന്മാർ നമുക്ക് തലമുറകളായി കൈമാറി തന്ന മന്ത്രമാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനും കുടുംബൈശ്വര്യത്തിനും കുടുംബ സമ്പത്തിനും സന്തതി പരമ്പരകൾക്ക് ശ്രേയസ്സിനും എല്ലാം അത്യുത്തമമായ ഒരു മരുന്നാണ് ഈ മന്ത്രം. അതുകൊണ്ട് ഈ കലികാലത്ത് പ്രത്യേകം എല്ലാവരും ഇത് ജപിച്ചോളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.